ഇത് പരിമുഖന്റെ വീട്ടിലെ കാറ് പോലുണ്ടല്ലോ. ആ അവനെ കാണാൻ നമ്മുടെ വേദാന്തനെ പോലെ ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാരും മുഖത്ത് മാസ്ക് ഇട്ടോണ്ട് തന്നെ നടക്കുന്നേ. ആരാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അയ്യോ, വേദാന്ത പോലെയാണോ? എന്താ മോനെ, സുഖം തന്നെയല്ലേ? ഇത് അത്ഭുതമായല്ലോ. പെട്ടെന്ന് എന്താ ഇങ്ങോട്ടൊക്കെ വന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ, ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാ മോനെ. അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിക്കി, ആരതി എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ലമ്മേ. ഇതെല്ലാം എന്താ മോനെ? ഒന്നുമില്ല, അത് കുറച്ച് പച്ചക്കറി പലചരക്ക് അത്രേ ഉള്ളൂ. അയ്യോ, ഇതൊക്കെ എന്തിനാ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എല്ലാം അമ്മയുടെ മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, അങ്ങനെ വിചാരിച്ചാ മതി. അല്ല മോനെ, വെറുതെ എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങി? ഞങ്ങളും ഇതെല്ലാം വാങ്ങുമായിരുന്നല്ലോ. എനിക്കിതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് വെച്ചാ കൊണ്ടുവന്നത്. ശരി മോനെ, അകത്തോട്ടേക്ക് വാ. അമ്മേ, കുറച്ച് വെള്ളം കൊണ്ടുവരോ? ഞാൻ കൈയും കാലും കഴുകിയിട്ട് കയറാം. ഈ കൊറോണ വന്നതിന് ശേഷം ഈ പഴയ ആചാരങ്ങളൊക്കെ തിരിച്ചു വന്നല്ലോ. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എവിടെ പോയിട്ട് വന്നാലും കൈയും കാലും മുഖം കഴുകിയിട്ട് മാത്രമേ വീടിനകത്തേക്ക് കയറുള്ളൂ. സത്യം അമ്മേ, പക്ഷെ ഇന്നത്തെ ജനറേഷൻ അതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ വീണ്ടും ശീലമായിരിക്കല്ലേ. പുറത്തുനിന്ന് വരുമ്പോ കൈയും കാലും മുഖവും കഴുകിയിട്ട് വരട്ടെ എന്ന് വെച്ചിട്ടാണ് വെള്ളം വെച്ചിട്ടുള്ളത്. ഞാനിപ്പോ വരാവേ. ഇതൊക്കെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. വെയില് കൊണ്ട് അണുക്കളൊക്കെ പോകും. ഈ മാഗസീനില് മുഴുവനും ഗോസിപ്പാ, വെറും ബോറ്. നിനക്കിപ്പ എന്താ ബോറില്ലാത്തതായിട്ടുള്ളത്? ഇപ്പൊ എല്ലാനും ബോറായിട്ട് തോന്നുവാ. ഈ ലോക്ക്ഡൌൺ പോലും ബോറാ. നിനക്കിത് ബോറടിക്കുന്നുണ്ടെന്ന് കരുതി ലോക്ക്ഡൌൺ പെട്ടെന്ന് കഴിയില്ല. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടി. ഇവിടെ നോക്കാതെയാ, നീ ആദ്യം ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്ക്. ഇത് കളിയാക്കേണ്ട സമയമല്ല. ഭയങ്കര ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എഴുന്നേറ്റ് ഗാർഡനിൽ പോയിന്ന് നടന്നു നോക്ക്, എല്ലാം ശരിയോ. നിങ്ങളിങ്ങനെ പലതും പറഞ്ഞു വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ പ്ലാൻ ഉണ്ടാക്കിയേനെ. ഓഹോ, അതെന്ത് പ്ലാൻ ആയിരിക്കും? ഞാനും ചേട്ടന്റെ കൂടെ ചെറിയമ്മയുടെ വീട്ടിൽ പോയേനെ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒട്ടും ബോറടിക്കില്ല. ഇനി നീ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അവിടെ പോണോന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ. വേദാന്തനെ വിളിച്ചിട്ട് എപ്പോ വരുമെന്ന് ചോദിക്കേ. അതൊക്കെ വിടമേ, വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ട് വേഗം വരും. കൂടിപ്പോയ കോഫി കുടിക്കുന്ന ടൈം അത്ര തന്നെ. അവൻ അവിടെ സംസാരിച്ചോണ്ടിരുന്ന സമയം പോകുന്നത് പോലും അവൻ അറിയില്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത്? ഞാൻ കോൾ ചെയ്യാം, അവൻ വരും. എനിക്കൊരു മാറ്റവും ഇല്ല. നിങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. നാളെ ചേട്ടന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ഞാൻ മറക്കാനോ? നോ വേ. അവന്റെ ബർത്ത്ഡേ നമുക്ക് വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. അവനെ വിളിച്ച് വേഗം വരാൻ പറ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ശരി, ഞാൻ പറയാം. അമ്മ കൂളായിട്ടിരിക്കും. ഹലോ സാറേ,
നിങ്ങൾക്ക് എന്താ പറ്റിയേ? സുഹാസിനിയുടെ മകൾ ഇത്രയും അധികം ഭർത്താവിനെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവരുടെ വയറ്റിലായിരുന്നപ്പോ ആ പാവം അങ്കിൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും അതാലോചിച്ചതാ. അതിനെന്തോ പറയുമല്ലോ, അമ്മൂമ്മയ്ക്ക് ഒരു ചിന്തയാണെങ്കിൽ കൊച്ചുമകന് വേറെ ആയിരിക്കും ചിന്ത. ഹായ് ചേട്ടാ. ഹായ് മോളെ, നീ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ തെരുവിൽ കുറെ പെട്ടികളുണ്ട്. ആദ്യം കുറെ കടകൾ ഉണ്ടായിരുന്നോണ്ട് വരുന്ന ആളുകളൊക്കെ അവർക്ക് ബിസ്ക്കറ്റ് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പൊ കടകളും തുറന്നിട്ടില്ല, ആൾക്കാരും ഇല്ല. അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാൻ പോയതാ. നീ നല്ല മിടുക്കി കുട്ടിയാ അഞ്ജു. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ. എനിക്കിതെല്ലാം പറഞ്ഞു തന്നത് അമ്മു ചേച്ചിയാണ്. കഷ്ടത്തിലിരിക്കുന്ന ആരെങ്കിലും കണ്ടാൽ വലുതായിട്ടൊന്നും പറ്റിയില്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അവൾ എപ്പോഴും അങ്ങനെയല്ലേ, പെർഫെക്റ്റ് പെൺകുട്ടിയാ. ചേട്ടാ, ചേട്ടാ, ചേട്ടൻ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. കണ്ണൻ ചേട്ടാ, റെഡിയാണോ? നിന്നെ കണ്ടപ്പോ എനിക്ക് എത്ര സന്തോഷമായി എന്നറിയോ? നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇവിടെ? അത് ഞാൻ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുതരാൻ വേണ്ടി വന്നതാ. അമൂല്യ, നീ പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞു. കുഴപ്പമില്ല, നീ പറഞ്ഞോ. ഇല്ല ഇല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ നിന്റെ ബോസാണ്. ഞാൻ പറയുന്നു, നീ ആദ്യം പറ. ബോസായിട്ടാണോ വന്നിരിക്കുന്നത്? നോനോ, അങ്ങനെയൊന്നുമില്ല. നീ ഇപ്പൊ എന്തോ പറയാൻ വന്നില്ലേ, അതെന്താന്ന് പറ. വേറൊന്നുമല്ല, നിങ്ങൾ ഇന്ന് ഇവിടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതുമാത്രമല്ല, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഇന്ന് ഒരുപാട് ബിസി ആയിരിക്കും വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ച് വെജിറ്റബിൾസും പലചരക്കും ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അല്ല, നിങ്ങൾ എന്തിനാ വെറുതെ കഷ്ടപ്പെട്ടത്? ഞങ്ങൾ വാങ്ങിക്കുമായിരുന്നല്ലോ. ഇതിൽ എന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്? ഞാൻ കൊണ്ടുവന്നാലും നീ കൊണ്ടുവന്നാലും എന്താ, നമ്മളിപ്പോ ഒരു ഫാമിലി അല്ലേ. ഐ മീൻ, ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ അല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കണമെന്നാ പറഞ്ഞു. ഇവളെന്താ ചിരിച്ചോണ്ട് നിൽക്കുന്നേ? എന്റെ മനസ്സിലിരിപ്പ് എങ്ങാനും അറിഞ്ഞോ? ഇന്ന് നോർമലാണെന്ന് തോന്നുന്നില്ല. എന്തായിരിക്കും പ്രോബ്ലം? നമുക്ക് സംസാരിക്കാൻ വിഷയമൊന്നും കിട്ടിയില്ലെങ്കിൽ അപ്പൊ നമ്മൾ സംസാരിക്കേണ്ട വിഷയം വെതറിനെ പറ്റിയോ ക്ലൈമറ്റിനെ പറ്റിയോ ആയിരിക്കണം. നല്ല രസമുണ്ടല്ലേ? ആണോ? വെതർ, ക്ലൈമറ്റ് എല്ലാം നന്നായിട്ടുണ്ടല്ലേ? ക്ലൈമറ്റോ? അതെപ്പോഴും ഉള്ളതുപോലെ തന്നെയല്ലേ? നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ ആയിട്ട് തോന്നി? നോനോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട്
എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ, അതുകൊണ്ട് ട്രാഫിക് കുറവാണ്, പൊല്യൂഷൻ കുറവാണ്. എനിക്കിത് ഫ്രഷ് എയർ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ആ അതും സത്യാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കുറച്ച് എംപ്ലോയീസിന് പെർമനന്റ് ആയി വർക്ക് ഫ്രം ഹോം കൊടുത്താലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ആണോ? ഹലോ, ആ ലിസ്റ്റിൽ നീ ഇല്ല. നീ അഡ്മിൻ ആണ്. നീ ഓഫീസിലേക്ക് വന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ചേട്ടന് മുമ്പിലൂടെ തന്നെ പോകേണ്ടി വരും. ഇനി ചേട്ടന് മുമ്പിലൂടെ പോയാൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യും. ആ കാരണം കൊണ്ട് ചേട്ടൻ ഇവിടെയുള്ളവരോട് ദേഷ്യം തോന്നിയേക്കാം. ഛേ, ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. ഒരുപക്ഷെ ചേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യാമായിരുന്നു. അമൂല്യ എങ്ങാനും ഇനി എന്നെ വിളിച്ചാലോ? ഓ നോ. ഇതെന്തിനാ? ആ മുതിക്കെ കെട്ടിച്ചുവിടാൻ പോവാ. അതെന്താ അങ്ങനെ പറയുന്നേ? എനിക്കറിയില്ല, നീ ഒന്ന് വെറുതെ ഇരിക്കും. പിന്നെന്തിനാ നീ അറിയാത്ത കാര്യം പറയുന്നേ? പിന്നെ എന്തിനാ ഇങ്ങനെ നിർത്താതെ ചോദിച്ചോണ്ടിരിക്കുന്നേ? അമ്മ ഇത് എടുത്തോണ്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ട് ഇതെടുത്ത് അമ്മയുടെ അടുത്തോട്ട് പോവാ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താ? എന്താ നീ പറയുന്നേ? എപ്പോ നോക്കിയാലും ജോലിന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും. മാടിച്ചിപ്പാറു. അമ്മ വെറുതെ ടെൻഷൻ അടിക്കാണ്. ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ആവശ്യം എന്താണെന്നോ? നമ്മുടെ പക്കൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഉള്ളതിനെ ഉള്ളതുപോലെ തന്നെ വെക്കണം. അതെ, അത് തന്നെയാ ഞാൻ ചോദിച്ചേ. വേദാന്ത് ഇങ്ങനെ പെട്ടെന്ന് വരുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഇല്ലല്ലോ. നമുക്ക് പുതിയത് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഉള്ളതിനെ നല്ല രീതിയിൽ തന്നെ നോക്കാൻ നമുക്ക് ശ്രമിച്ചൂടെ? സോഫയിൽ ഇരുന്ന് കഴിക്കരുതെന്ന് 100 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നമ്മുടെ അടുത്ത് പുതിയതൊന്നും ഇല്ലെങ്കിലും ഉള്ളതിനെ നല്ല രീതിയിൽ തന്നെ വെച്ചാൽ മതി. ചേട്ടൻ ഇതൊന്നും നോക്കില്ല. ചേട്ടൻ അങ്ങനത്തെ ആളല്ല. അവൻ ഇതൊന്നും നോക്കില്ലായിരിക്കും എന്ന് കരുതി അഴുക്കായിരിക്കുന്ന സോഫയിൽ അവനെ ഇരുത്താൻ പറ്റില്ല. അഞ്ജു, നീയും വന്ന് എന്നെ സഹായിക്കേ. അതിഥി, നീ പോയി അടുക്കളയിൽ പോയി ക്ലീൻ ചെയ്യേ. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുക. അവന് ഇതൊക്കെ കണ്ടാലേ നമുക്ക് ഭയങ്കര നാണക്കേടാ. അമ്മേ, വെറുതെ ആലോചിച്ച് ഓരോ പുതിയ പണി തരല്ലേ. ചേട്ടൻ എന്തിനാ അടുക്കളയിലോട്ട് വരുന്നേ? പറയുന്ന കേട്ടാ മതി. നീ ഇങ്ങോട്ടൊന്നും നീ പറയാൻ നിക്കണ്ട. അവന്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും എന്തു വൃത്തിയാ. പെട്ടെന്നങ്ങാനും അവൻ അടുക്കളയിലോട്ടെങ്ങാനും കേറി വന്നാല് അതൊന്നും അവൻ മോശമായിട്ട് കാണാൻ പാടില്ല. അതെ അതെ, ഇങ്ങനെ ഓരോ ജോലി തന്ന ഈ വീട് തന്നെ മാറ്റുമെന്നാ തോന്നുന്നേ. ശരി, നീ എന്റെ കൂടെ വാ. അല്ലെങ്കിൽ പോട്ടെ. ഇത് ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ എല്ലാം തൂത്തുവാരി ആ ടീപ്പോ എന്ന് വൃത്തിയാക്കി ആ TV സ്റ്റാൻഡിന്റെ മുകളിൽ എന്തോരം പൊടിയാ നോക്കിയേ. ആ മേലുള്ള സ്ഥാനങ്ങളെല്ലാം ഒന്ന് മാറ്റി ഒന്ന് തുടച്ച് ആ മൂലയിലൊക്കെ കിടക്കുന്ന പൊടി കണ്ടോ? അതെല്ലാം ഒന്ന് തൂത്തുവാരി നീ. അയ്യോ, വീട് മൊത്തം വൃത്തിയേടായിട്ട് കിടക്കുക. നീ ഇതൊന്ന് വൃത്തിയാക്ക്. അതിനുശേഷം മതി 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 മതി. ആകെ ഉള്ളത് 2 കൈയാണ്. അമ്മ ഒന്നിനു പുറകെ ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് ഒന്നും ഓർമ്മ വരില്ല. ഇപ്പൊ എന്താ വേണ്ട? വീട് വൃത്തിയാക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ അന്നേരം തൊട്ട് ഇത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. തിരിഞ്ഞു കളിക്കാതെ പോയി എല്ലാം ചെയ്യിച്ചല്ലേ. ശരി അമ്മ, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. പിടിച്ചോ. ഈ വേദാന്ത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എപ്പോഴും അമ്മ വീട് എന്ന് പറഞ്ഞ് നടന്നവനല്ലേ ആ ദരിദ്രവാസികളെ ഇപ്പോ സ്വന്തം വീട്ടുകാരായിട്ട് കാണുന്നത്. ആദ്യം ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈയും ഇല്ല. ഇതൊക്കെ കുറച്ച് കൂടുതലായിപ്പോയി. ആ വീട്ടിൽ എന്തോ കൊടുക്കാനെന്നും പറഞ്ഞു പോയതാവൻ. അത് കൊടുക്കാൻ ഇത്രയും സമയം വേണം? ഇല്ല, അവനെ ഇങ്ങനെ കയറൂരി വിട്ട
വേദാന്ത് കൈവിട്ടു പോകുന്നുള്ള കാര്യം ഉറപ്പാ. എനിക്കതിലൊരു സംശയമില്ല. വന്നെന്ന് തോന്നുന്നു. നീയായിരുന്നു? അതെന്താ ആന്റി അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഞാൻ തന്നെയാ. ആന്റി വേറെ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യായിരുന്നോ? ആ, അങ്ങനെയൊന്നുമില്ല. സെലിബ്രേഷൻ പാർട്ടിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ വന്നതാ. ഹലോ ഹീറോ, എന്റെ ചേച്ചിയുടെ കൂടെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാൻ പോയതല്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് എന്താ കാണിക്കുന്നത്? ഞാൻ ഇവിടെ നിൽക്കുന്നതിന് നിങ്ങൾക്ക് എന്താ? ഹലോ, സാഹചര്യം അത്ര നല്ലതല്ല. കൊറോണ എല്ലായിടത്തും. ഇപ്പോഴും സംശയമായിട്ട് ആരെങ്കിലും കണ്ടാ എനിക്ക് ടെൻഷൻ ആവും. അതുകൊണ്ട് ചോദിച്ചതാ. എന്ന് വെച്ചാ എനിക്കും കൊറോണയാണെന്നാണോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പെരുമാറ്റം ഒരു മാതിരിയാ, അതാ പറഞ്ഞ. മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് എല്ലാം മഞ്ഞയായിട്ടേ കാണാൻ പറ്റൂ. അതുപോലെ തന്നെയാ നിങ്ങളുടെ കാര്യവും. ഇത് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവല്ലല്ലോ. പുറത്തു പോയി ആവശ്യമുള്ള സാധനം വാങ്ങാൻ റെഡിയാവാൻ പറഞ്ഞപ്പോ ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നേ? എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാ. ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്താ ഇവനിങ്ങനെ ഒരു മാതിരി പെരുമാറുന്നത്? ഈ ലോക്ക്ഡൌണിലും ഇവനെന്താ ഇത്ര ജോലി ചെയ്യാൻ? കാട്ടുപോത്ത്. ചേട്ടാ, എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നതേ ഉള്ളൂ മോളെ. ആ വേദാന്ത്, സുഖല്ലേ മോനെ? വീട്ടിൽ വിശേഷമൊന്നുമില്ല അല്ലേ? ആ അങ്കിൾ, സുഖമായിട്ടിരിക്കുന്നു. ആർക്കും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഏരിയയിൽ നിയന്ത്രണം വല്ലതും ഉണ്ടോ? ഇവിടെ ചില സമയത്ത് നിയന്ത്രണങ്ങൾ കൂടുതലാ. കുറച്ചൊക്കെ സ്ട്രിക്ട്നെസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ പുറത്തു പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്തായാലും വല്ലാത്തൊരു അസുഖമായി പോയി. ഈ ഒരു അസുഖം കാരണം ലോകം മുഴുവനും കഥകം പൂട്ടിയിരിക്കേണ്ട അവസ്ഥയായില്ലേ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിചാരിച്ചിരുന്നു? നമ്മൾ ആരും വിചാരിച്ചില്ല അങ്കിൾ. കൊറോണ മാറാൻ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഇനി വഴിയുള്ളൂ. നമ്മൾ ശരിയായി കെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ അത് വരാതെ നോക്കാം. കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്തൊരു ജീവി ഈ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചല്ലോ. വല്ലാത്ത അത്ഭുതമല്ലേ? ശരി അങ്കിൾ, മനുഷ്യന്മാരുടെ അഹങ്കാരത്തിനും കൂടെ കിട്ടിയ വലിയൊരു തിരിച്ചടിയായി കൊറോണ. അത് ശരിയാ മോനെ. നീ ഏതായാലും വന്നല്ലോ. പക്ഷെ ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്ന് പറയരുത്. ഇന്നിവിടെ കഴിഞ്ഞാ മതി. ഇല്ല അച്ഛാ, അദ്ദേഹത്തിന് ഇവിടെ താമസിക്കാൻ പറ്റില്ല. ആവാൻ മിണ്ടാതെ നിൽക്കുകയല്ലേ? നീ എന്തിനെങ്ങനെ പറയുന്നേ? അച്ഛാ, ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അത് തന്നെ പറയുള്ളൂ.